പിതാവായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെയും അതുപോലെ തന്നെ പരബ്രഹ്മത്തിൻ്റെയും ഒക്കെ വലിയ ഒരു തുണയും താങ്ങലും ഈ ദേശത്തിന് ഇന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം വലിയ മഴയുടെയൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ഈ ദേശത്ത് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് നാം കാണേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അതെത്രയും മനോഹരമായിട്ട് മാറ്റാമോ അത്രയും മനോഹരമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെയും നമ്മുടെയൊക്കെ ആഗ്രഹം. അപ്രകാരം ദൈവത്തിൻ്റെ ശക്തി ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ കരുതാം. പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ പ്രസിഡന്റ്, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാവരും നേരത്തെ തന്നെ ഈ വിവരങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കുകയും അങ്ങനെ ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് ഈ ഒരു ചടങ്ങിനെ ഞങ്ങൾ കാണുന്നു. ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവരും ഒന്നായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതിനെ സ്വീകരിക്കുന്നത്. ആയതുകൊണ്ട് മതത്തിൻ്റെ അതീതമായുള്ള ഒരു മാനുഷിക സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ദേശത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ബഹുമാന്യാസനങ്ങളിൽ 18 കരകളുടെയും നാഥനായ മൂന്നാട് പടമനം പരബ്രഹ്മക്ഷേത്രം പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ വൃശ്ചിക 1 തൊട്ട് 12 വരെ നടക്കുന്ന മഹോത്സവത്തിന് ഇന്നലെ നവംബർ 15 വൈകിട്ട് വടതർക്കടത്തുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആനയിച്ച വാളും പീഠവും തിരുസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം ഇന്ന് ചരിത്രപ്രസിദ്ധമായ കരകൂടലാണ് നടക്കുന്നത്. തെക്കും വടക്കും എന്നുള്ള കരനാഥന്മാർ ഒത്തൊരുമിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നും നൽകുന്ന കാലാകാലങ്ങളായി നൽകുന്ന ഈ എണ്ണ അവിടുത്തെ ഭദ്രദീപത്തിൽ പിഴിച്ചതിന് ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ദേവാലയത്തിലെ വികാരിയും അതോടൊപ്പം തന്നെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഈ ദേവാലയത്തിലെ വിശ്വാസികളും നൽകിയ ഈ എണ്ണ പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിൽ എത്തിച്ച് ആ ദീപം തെളിക്കുന്നു. നൂറാടിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ പടതലം പരബ്രഹ്മക്ഷേത്രവും ഈ ദേവാലയവും ഒക്കെയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ നൂറാണ്ട് മണ്ണിൽ ഒരേ സ്വരത്തിൽ നൂറാണ്ട് മഹത്വം വിളിച്ചോതുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. നമ്മളെല്ലാവരും ഈ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒത്തുചേരുന്നവരാണ് എന്ന് നമുക്കറിയാം. ഇക്കാലവും ഈ മതസൗഹാർദ്ദം നിലനിൽക്കട്ടെ എന്ന് പരബ്രഹ്മമൂർത്തിയുടെയും ഈ ദേവാലയത്തിലെ ചൈതന്യത്തിൻ്റെയും മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഇന്ന് ഈ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കം കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.